പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കിയാൽ അത് വിജയത്തിലേക്ക് എത്തിക്കുമെന്നാണ് 2011 ജനുവരി മാസത്തെ റിസാലയിൽ ഹക്കീം മോൻ അഭിമുഖത്തിൽ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാല് ഈ പൗരോഹിത്യ മുസ്ലിം സമുദായത്തെ കണ്ടത് യഥാർത്ഥത്തിൽ മാർക്കറ്റാണ്. മാർക്കറ്റിന്റെ മലയാളം എന്താ മാർക്കറ്റിന്റെ മലയാളം? ചന്ത. മുസ്ലിം സമുദായം ഒരു നല്ലൊരു മാർക്കറ്റാണെന്ന് പറയുന്നത് നല്ലൊരു ചന്തയാണെന്നാണ്. ആ ചന്തയിലേക്ക് പുതിയ 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 ഉൽപ്പന്നങ്ങൾ ഇറക്കി വിടുകയാണ്. അവസാനം മുടിയും വന്നു. ആ മുടി റസൂലുള്ള കൊടുത്തതാണെന്ന് പറഞ്ഞു. എന്നാൽ റസൂലുള്ളയുടേതാണോ? അല്ല എന്ന് മനസ്സിലാക്കാൻ മുസ്ലിയാര് പറഞ്ഞതും അതുപോലെ തന്നെ ആ മുടിയും തമ്മിൽ ഒന്നിച്ച് കണ്ടാൽ മതി. വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണത്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വച്ച് അവിടുത്തെ ശറഫാക്കപ്പെട്ട തലമുടി കളയിക്കുകയും അതിന്റെ കഷ്ണം ഓഹരി ചെയ്തു കൊടുക്കാൻ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തതനുസരിച്ച് അവിടെ നിന്ന് ഏൽപ്പിച്ചു കൊടുത്തതാണ്. കണ്ടോ? നിങ്ങൾ മനസ്സിലാക്കി, റസൂലുള്ളാഹിന്റെ മുടിയാണിത്, നബി ഏൽപ്പിച്ചു കൊടുത്ത മുടിയാണെന്ന്. എന്നാ റബ്ബ് ഇവരെ കൊണ്ട് തന്നെ പറയുന്നത് റസൂലുള്ളാഹിന്റെ മുടിയല്ല, അത് കറാമത്താണ്. ആരുടെ കറാമത്ത്? മുസ്ലിം ഉമ്മത്തിന്റെ കറാമത്ത്. അങ്ങനെ വിചാരിച്ചോ. നിങ്ങളെ കൊണ്ട് തന്നെ റബ്ബ് പറയുന്നത് നബിയുടെ മുടിയല്ല. ഒരു മുസ്ലിയാർ തന്നെ പറഞ്ഞു കേട്ടോളൂ. പിന്നെന്താ പരിപാടി എന്നറിയോ? ഏകദേശ കള്ളത്തരീക്കതായ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാം. മുടിക്ക് നീളം കണക്കുണ്ടാവില്ല. പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മുടിയായിരിക്കും. ഏകദേശ കള്ളത്തരീക്കത്തായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിന്റെ ചോടുള്ള സ്ഥലത്തിനപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാന്നുള്ള നിലക്ക് വെക്കണേ ഹറാമാണ് എന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്തതാണ്. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിരാ നീളമെന്നറിയോ? എന്തേ ഒരു ബാർബർ ഷാപ്പിൽ പോകുന്നതിന് ഇത്ര ലുബ്ധന്മാരാണോ? എന്നിട്ട് ഈ മുടിയുടെ നീളം നിങ്ങൾ കണ്ടോ? മുടിയുടെ നീളമൊക്കെ നിങ്ങൾ കണ്ടോളി. മൂപ്പര് പറയാം, കണ്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിന്റെ ചോടുള്ള സ്ഥലത്തിനപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാന്നുള്ള നിലക്ക് വെക്കണേ ഹറാമാണ് എന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്തതാണ്. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിരാ നീളമെന്നറിയോ? ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിരാ നീളമെന്നറിയോ? ആ മുടിക്ക് ഇച്ചിരി നീളം കൂടിപ്പോയി, അതിന്റെ പ്രശ്നം മനസ്സിലായില്ലേ? അതേ അറിയാതെന്ന് പറയാം. അന്ന് കള്ളത്തരീക്കത്താരെ പിടിക്കുന്ന സമയം നമ്മുടെ സ്വാമിമാരെ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രസംഗിച്ച അവരെയാ ഇപ്പൊ പിടിച്ചതിന് പിടിക്കാതിരിക്കണതുമായ ആൾക്കാരുണ്ടല്ലോ. ഇത് ആൾക്കാർ അതൊക്കെ എന്താണ്? മുടിക്ക് നീളം കൂടുതലാണ്. മുടിക്ക് നീളം കൂടിപ്പോയി. മൂയിലാർ കിട്ടിയ മുടിക്ക് നീളം കൂടിപ്പോയി. മനസ്സിലാക്കണം. ഇങ്ങനെ ഈ സമൂഹത്തെ പറ്റിക്ക വഞ്ചിക്ക് ദീനിനെ സംബന്ധിച്ച് ഒരക്ഷരം അറിഞ്ഞുകൂടാ. ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരക്ഷരം അറിഞ്ഞുകൂടാ. നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജാടയും ഈ ഹാവഭാവവും അല്ലാതെ എന്താണുള്ളത്? സാധാരണക്കാരന്റെ മുന്നിൽ ഇങ്ങനെ വിലസ, എന്നിട്ട് ഇല്ലാത്തത് മറ്റുള്ളവനെ കൊണ്ട് പറയിച്ച് പബ്ലിസിറ്റി കൊടുത്ത് കമറുൽ ഉലമ, മറ്റേ താജുൽ ഉലമ, പിന്നെന്താണ് എന്തൊക്കെയോട്ട് എഴുതി പിടിപ്പിക്കണേ. പേരിന്റെ മുന്നിലും ബാക്കിലും അതുപോലെ മോളിലും താഴെയും ഒക്കെ എഴുതി പിടിപ്പിച്ചിട്ട് വലിയ ഷെയ്ഖാണ്, കുത്തുബുൽ അഖ്താബാണ് എന്നിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ നടക്കന്നെ. ഒരു ഹർഫ് വരെ ദീനിനെ സംബന്ധിച്ച് ബോധമില്ല. ഉണ്ടെങ്കിൽ തന്നെ നാഫിയല്ല വളരെ വ്യക്തമാണ്. ഇവിടെയും അത് സംഭവിച്ചു. മുടിയുടെ കാര്യത്തിലും അത് സംഭവിച്ചു. എന്തേ കാരണം? മുടിയുടെ കാര്യത്തിൽ അത് സംഭവിച്ചു എന്ന് പറയാൻ കാരണം എന്താ? നിങ്ങൾ മനസ്സിലാക്കണം വളരെ വ്യക്തമായി. ഇവരാദ്യം പറഞ്ഞു പറ്റിച്ചതറിയോ? ഇവര് പറഞ്ഞതെന്ന് വെച്ചാല് അത് മറ്റുള്ളവരൊക്കെ ഇത് എതിർക്കാൻ കാരണം എന്ന് വെച്ചാൽ അസൂയ കൊണ്ടാണ്. ആരോട് അസൂയ? കാന്തപുരം മുസ്ലിയാരോട് അസൂയ കൊണ്ടാണ്. നല്ല സാധനം, അസൂയ വെക്കാൻ പറ്റിയ സാധനം ആയിക്കോട്ടെ, അസൂയ കൊണ്ടാണ്. അപ്പൊ അസൂയ കൊണ്ടാണ് മറ്റുള്ളവർ ഇതിനെ എതിർത്തെന്നാ പറഞ്ഞത്. എന്തിനാ അസൂയ? അത് വേറെ ആർക്കും മുടി കിട്ടിയില്ല, കാന്തപുരത്തിന് മുടി കിട്ടി. അപ്പൊ കാന്തപുരത്തിന് മഹത്വം വരൂലേ? അതുകൊണ്ടാണ് സമ്മതിച്ചു കൊടുക്കാത്തത്. അപ്പൊ ഇവിടെ ഒരുപാട് മറുപടി ഉണ്ട്. എന്താ വെച്ചാല് അങ്ങനെ മുടി കുട്ടി കിട്ടിയത് കൊണ്ട് ആർക്കെങ്കിലും മഹത്വം വരുമെങ്കിൽ മഹത്വം കിട്ടേണ്ട ആളാണ് നമ്മുടെ ആലുവയിലെ സുൽത്താൻ. ആലുവ സുൽത്താൻ ആലുവ കള്ളത്തരീക്കത്തില്ലേ, അതിന്റെ ഷെയ്ഖ്. നിങ്ങൾ റബീഉൽ അവ്വൽ മാസം ആലുവയിൽ പോയി പോസ്റ്റർ കാണാ മുടി ജ്യൂസ് വിതരണം. മുടി ജ്യൂസ് വിതരണം എന്ന് പറഞ്ഞാൽ മുടികിട്ട വെള്ളം കൊടുക്കാണ്. ആരുടെ മുടികിട്ട വെള്ളം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി. എത്ര എണ്ണം? ആലുവ ഷെയ്ഖിന്റെ കയ്യിൽ 5 എണ്ണം, കാന്തപുരത്തിന്റെ കയ്യിൽ എത്ര? 3 എണ്ണം. ആരാ കേമൻ? ആലുവ ഷെയ്ഖല്ലേ? ഇവിടെ നമ്മുടെ അടുത്താണ്. ഇവിടെ നമ്മൾ ബസ് കയറുന്ന എത്ര പോയിന്റ് 10 രൂപ കൊടുത്താൽ അവിടെ എത്തും. ആലുവയിൽ പോയാൽ ആലുവ ഷെയ്ഖിന്റെ എടുക്കുന്ന 5 മുടി
അവിടെ ആലുവ കള്ളത്തരീക്കത്തിന്റെ ശൈഖിന് വല്ല മഹത്തുണ്ടോ? മുടി കിട്ടിയെന്ന് പറഞ്ഞു. മുടി അത് ഏത് മുടിയാണ്, ഏത് ബാർബർ ഷാപ്പ് ചെയ്തോടുന്ന മുടിയാണെന്ന് വേറെ അന്വേഷിക്കണം, അത് വേറെ അന്വേഷിക്കണം. പക്ഷെ റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറഞ്ഞിട്ടാണ് കച്ചവടം നടത്തുന്നത് ആലുവ ശൈഖ്. ഇനി അതല്ല, വേൾഡിൽ നോക്കിയാൽ അറിയപ്പെട്ട പിന്നെ അറിയപ്പെട്ട ചരിത്രത്തിൽ അറിയപ്പെട്ടതിലേക്ക് പരിശോധിച്ചാലോ ലോകത്ത് ഏറ്റവും കൂടുതൽ മുടിയുള്ള രാജ്യം തുർക്കിയാണ്. ഏഷ്യയിലെ പട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന, യൂറോപ്പിലേക്ക് ചേരണമെന്ന് വാദിക്കുന്ന, ഇസ്ലാമിക സമൂഹത്തെ തകർത്തെറിയുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന, അതുപോലെ തന്നെ മുസ്തഫ കമാൽ പാഷയുടെ നാടായ തുർക്കിയിലാണ് ഏറ്റവും അധികം മുടിയുള്ളത്, ഏറ്റവും അധികം മുടിയുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോ മുടി അവിടെ ഉള്ളതുകൊണ്ട് തുർക്കിക്ക് വല്ല മഹത്വം ഉണ്ടോ എന്ന് ചോദിച്ചു. തുർക്കിക്ക് വല്ല മഹത്വം ഉണ്ടോ? ഇങ്ങനെ ഒരുപാട് മറുപടി പറഞ്ഞപ്പോ ഒരു മുസ്ലിയാരിന് മറുപടി പറയാൻ ശ്രമിക്കാണ്. ആ മുസ്ലിയാക്കന്മാർ തമ്മിലുള്ള ആ ഫൈറ്റ് കണ്ടോളൂ, വളരെ വ്യക്തമായി നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ പറഞ്ഞു, അഥവാ നിങ്ങളെടുത്ത് മുടി ഷറഫാക്കപ്പെട്ട മുടി ഉണ്ട് തന്നെ വെക്കുക, എന്നാ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഈ കൊണ്ടുവന്ന ആള് കിട്ടിയ ആള് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന് ഞങ്ങൾ നിങ്ങളെടുത്ത് ഉള്ളത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. അതൊരു പണ്ഡിതോചിതമായ കാര്യമല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന കൂട്ടരുമല്ല. അതിന് കണക്കായിട്ട് ഞാൻ പറഞ്ഞത് എന്താ, ലോകത്ത് ഈ ഷെയർ മുബാറക്കിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഷെയർ മുബാറക്ക് കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ നാട്ടിലാണ്. മുസ്തഫ കമാൽ എന്ന് പറഞ്ഞാൽ തുർക്കിയും അടക്കം. ഇന്ന് തുർക്കിയുടെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും, ചരിത്രം വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും പത്രം വായിക്കുന്ന ആളുകൾക്കും അറിയാം. പർദ്ദയിട്ട് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ രാജ്യത്തെ ഇസ്ലാമിക സംസ്കാരം തൂത്തെറിയപ്പെട്ടു, ആ രീതിയിൽ തുടർത്തി നീക്കപ്പെട്ടു. ഇതിന്റെ ആള് മുസ്തഫ കമാലാണ്. എല്ലാ പരിഷ്കരണവും ദീനിൽ വരുത്തിയ ആള്. അയാൾക്ക് മഹത്വം ഉണ്ടോ? തുർക്കിയിൽ മുടിയുണ്ട് എന്ന് വിചാരിച്ചിട്ട് അയാൾ ദീൻ എന്ന് ഞാൻ പറഞ്ഞപ്പോ അത് തുർക്കിയിലാണ് ഏറ്റവും അധികം മുടി എന്ന് ഓരോന്നും നോക്കി മറുപടി പറയാൻ കാത്തു നിൽക്കുന്ന ചില ആളുകൾ, ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞു, അതൊന്ന് തുർക്കിയിലാണ്. മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് അയാൾ പറയാം. ഞാൻ ചോദിക്കുന്നത് അത് ഏത് കിതാബിലാണ് ഉള്ളത്? അതിനെന്താ സനദ്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സനദ് എന്താണ്? ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി, 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ, നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്രയാ ഉള്ളത്? സനദ് വായിക്കും, സനദ് വായിക്കും. ആ 2 മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല, വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, കുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അത് തിരിച്ചു 34 മുടി. അൽ-ആസാറുൻ നബവിയ്യ അഹ്മദ് തൈമൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു എഴുതിയാന്ന് പിന്നെ ചോദിക്കണ്ട, ഇപ്പൊ തന്നെ പറയാം. എന്റെ മുസ്ലിയാരെ, ഇമാതിരി പൊട്ടപ്പോയത്തോ ഇനിയെങ്കിലും പറയണം. മൊയ്ലാന്മാരെ പറയിക്കുന്നത് ഞാൻ വിചാരിച്ചത്, ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇയാൾക്ക് കുറച്ച് വിവരം ഉണ്ടെന്നുള്ളൊരു മതിപ്പനക്ക് ഉണ്ടായിരുന്നു. ഈ കുസ്തുന്തീനിയ എന്ന് പറഞ്ഞത് തുർക്കിയാണ്. ഒരാള് പറയാ താജ്മഹൽ ഇന്ത്യയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്കുക, അതിന്റെ ക്ലിപ്പിടുക, എന്നിട്ട് പറയാ ആരാ പറഞ്ഞേ താജ്മഹൽ ഇന്ത്യയിലാന്ന്? ആരാ പറഞ്ഞേ? ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന കുസ്തുന്തീനിയ തുർക്കിയിലാണ്. അത് എനക്ക് മറുപടിയല്ല, എനക്ക് അനുകൂല. സമ്മതിച്ചു, ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് സമ്മതിച്ചു. അല്ലെങ്കിൽ ഇത് സനദിന്റെ ഈ പറയുന്ന പ്രധാന കാര്യത്തിന് ബന്ധിച്ച കാര്യമല്ല. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ, അതിനെ ഗണ്ണിക്കാൻ ശ്രമിച്ചു. എന്നാ അതുകൊണ്ടും തീർന്നില്ല. എത്രയാ പറഞ്ഞേ? 34. ആദ്യം 35 പറഞ്ഞു, പിന്നെ 34 പറഞ്ഞു. തിരുത്തിക്കോ, 35 തിരുത്തിക്കോ, 34 തിരുത്തിക്കോ. രണ്ടും അല്ല നിങ്ങൾ പറഞ്ഞ കിതാബിലുള്ളത്. 43 എന്ന് പറഞ്ഞാൽ 34 അല്ല മൊയിലാറെ, 43 അപ്പൊ തലക്കുന്നേ തുടങ്ങിക്കോ. 1ാം ക്ലാസ് മുതൽ വാഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഖംസ, സിത്ത, സബഅ, അങ്ങനെ അങ്ങ് 100 വരെ എണ്ണി പഠിക്കുക. എന്നിട്ട് പോരെ എന്നെയും ബഹാവുദ്ദീൻ മൊലാരി അറബി പഠിപ്പിക്കുന്നത്?
പോരെ? അതുപോലെ സലാസം വാർബൈൻ എവിടെ പഴിച്ചെന്നറിയോ? ഈ കിതാബ് അത് ഒന്ന് അദബ് കേട്. ആ അദബ് കേടിന്റെ കൂടെ മുഹമ്മദുൽ ഖാമിസ് ഖാമിസിന്റെ അടുത്ത് മുഹമ്മദ് ഖാമിസ് മുഹമ്മദ് 5 എന്നല്ല, അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് ഖാമിസിന്റെ അടുത്ത് സലാസം വാർബൈന ഷഅറത്തൻ മഹ്ഫൂദത്തൻ മഅൽ അമാനത്തിൽ മുബാറക എന്ന് പറയുന്നുണ്ട്. ഈ സലാസം വാർബൈന ഖാമിസും സലാസും കൂടി ഒന്നിച്ച് കണ്ടപ്പോൾ മൂപ്പര് വിചാരിച്ചു അൽ ഖാമിസ് പറഞ്ഞ വേറെയാണ്, സലാസം വാർബൈന വേറെയാണ്. അൽ ഖാമിസും മനസ്സിലായിട്ടില്ല, സലാസത്തും മനസ്സിലായിട്ടില്ല, അർബഈനും മനസ്സിലായിട്ടില്ല. എന്നിട്ടല്ലേ അല്ല് വിട്ടൈന്. കണ്ടോ? അപ്പൊ ഇതാണ് അവസ്ഥ. മൂപ്പരെന്ന് വെച്ചാല് അറബി കോളേജിലെ പ്രിൻസിപ്പളാണ് പറഞ്ഞത്. ഈ മുയിലരെ എണ്ണൂർ ചൂടാ. അപ്പൊ ഇയാൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഗതി എന്താ ആലോചിച്ചു. ഇയാൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ. എന്നിട്ട് വലിയ ആലിമുലല്ലാമാരായിട്ട് നാട്ടിലിറങ്ങി നടക്കാണ്. ആലിമുലല്ലാമാരായിട്ട് നാട്ടിലിറങ്ങി നടക്കാണ്. മറുപടി തൊട്ട മറുപടിയാണ്. അപ്പം തൊട്ടാ മറുപടി. ഈ രൂപത്തിൽ ദീനിയായി അസുലിയായി ഒരു വിവരമില്ല. കുസ്തുന്തീനിയ എന്ന് പറഞ്ഞാൽ ഹദീസിലുള്ള പ്രയോഗമാണ്. ചിലപ്പോ മോഡേൺ വാക്കാണെങ്കിൽ മുജർ കിട്ടിക്കൊള്ളുന്നില്ല. അറബിയിലെ മോഡേൺ വാക്കുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള വാക്കുകൾ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ കുസ്തുന്തീനിയ ഹദീസിലുണ്ട്. അത് ഫിത്രയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് കാണാം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇരുത്തി റസൂലുള്ള പറയുന്നതാണ് ഫത്ഹുൽ കുസ്തുന്തീനിയ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പ്രവചിക്കുന്നത് കാണാം. ഹദീസിലുള്ള വാക്കാണ് കുസ്തുന്തീനിയ. അതുപോലും മുയിലർക്ക് തിരിഞ്ഞിട്ടില്ല. പിന്നെ എണ്ണോ അത് തിരിഞ്ഞിട്ടില്ല. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ സമുദായത്തെ വഞ്ചിക്കാൻ വേണ്ടി ചെയ്ത പണി. ഇപ്പൊ നേരത്തെ കണ്ടല്ലോ, ഈ മുടി കണ്ടപ്പോ എല്ലാ സാധുക്കളും പറഞ്ഞു, എല്ലാ കണ്ടവര് പറഞ്ഞു ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണ്. ഈ ഏത് മുടിയാണ്? റഹ്മത്തുള്ള ഖാസിമി എന്ന് പറയുന്ന ആള്. അയാൾ കോഴിക്കോട് ചോദിച്ചു, ഇത് കണ്ടിട്ട് തോന്നുന്നത് നബിയുടെ മുടിയല്ല, എന്തായാലും കണ്ടിട്ടൊരു അറബിപ്പെണ്ണിന്റെ മുടി പോലുണ്ട്. ഇതിന് മൂപ്പര് തന്നെ പറയും, അറബിപ്പെണ്ണിന്റെ മുടി എങ്ങനെ കാന്തപുരത്തിന് കിട്ടിയത്? കാന്തപുരത്തിനോട് ചോദിച്ചാൽ പറഞ്ഞു പുറത്തുനിന്ന് കിട്ടിയാണ്. ഇത് പറഞ്ഞിട്ട് ഈ റഹ്മത്തുള്ള ഖാസിമി പറയാണ് കാന്തപുരത്തിന്റെ പുറത്തുനിന്നാ കിട്ടിയത്. ചിലപ്പോ കാന്തപുരത്തിന്റെ പുറത്ത് കിട്ടിയതായിരിക്കും. അത് മുസ്ലിയാക്കന്മാർ തമ്മിലുള്ള മസല സാധാരണക്കാരായ നമുക്കും മനസ്സിലാവൂല. അതവിടെ നമുക്കും മനസ്സിലാവൂല. അപ്പൊ ഏതായാലും ഇതാണ് മുടി. കുതിരവാല് പോലെ കിടക്കുന്ന ഈ മുടി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് വരുത്തി തീർക്കണം. അതിനുവേണ്ടി എന്താ കൊണ്ടുവന്നത്? തട്ടിപ്പിന് പുറത്ത് തട്ടിപ്പ്. നമ്മള് പല ഘട്ടങ്ങളായിട്ട് അപ്പൊ ആദ്യം ഒരു ഘട്ടം കഴിഞ്ഞു, നമ്മുടെ അവതരണം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ 2ാം ഘട്ടമാണ്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ 3ാം ഘട്ടം അവതരണം. കാണിച്ചാല് അതിന് മാത്രം ഇത് പറയാനുണ്ട്. ഒരുപാട് തട്ടിപ്പുകളെ സംബന്ധിച്ച് വിശദീകരിക്കാറുണ്ട്. അതെന്താ സംഭവം അറിയോ? നിങ്ങൾ മനസ്സിലാക്കണോ? എന്താണ് ഇയാൾ പറയുന്നത് അറിയോ നിങ്ങൾക്ക്? കിതാബിലുണ്ട് പോലും. എല്ലാ കിതാബിലുള്ളത് നബിയുടെ മുടി നീളും. ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മുടെ സമയം കുറവായതുകൊണ്ട് വളരെ ചുരുക്കിയാണ് അതുകൂടി ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ പോയി കഴിഞ്ഞാല് നാളെ മുതൽ മൂലാക്കന്മാരിറങ്ങും. അത് ജവാഹിറുൽ ബിഹാർ എന്നൊരു കിതാബിലുണ്ട്. ആ കിതാബിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? യൂസുഫിന്റെ ബഹാനി എന്ന് പറയുന്ന ഇമാം അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ഇറങ്ങും. അങ്ങനെ സമയം കളയണ്ട. അതുകൊണ്ട് അത് മുസ്ലിയാർ തന്നെ പറയുന്നു, കേട്ടോളൂ. സുബ്ഹാനല്ലാഹ്. ചിലര് മുടിക്ക് നീളണ്ടല്ലോ, മുടിക്ക് നീളം എത്ര നീളം വരെ പറ്റൂ എന്നാ കിതാബിൽ പറഞ്ഞേ? അത് പറഞ്ഞു എത്ര നീളം വരെ പറ്റൂ അത് നിങ്ങളത് പറ. നീളമൊക്കെ നമുക്ക് പറയാം, നമ്മളെത്തിണ്ട് നീളോ എത്ര നീളം വരെ പറ്റൂന്ന നേരത്തെ ഇയാൾ തന്നെ പറഞ്ഞില്ല. എത്ര നീളം വരെ പറ്റൂ കേട്ടില്ലേ? ചെവിക്കുറ്റി വരെ അല്ലെങ്കിൽ പിരടി വരെ, മാക്സിമം അങ്കിബൈഹി വരെ. അതിന് താഴ്ത്തു പോകാൻ പറ്റില്ല. അതാണ് കിതാബിലുള്ളത്. മനസ്സിലായോ? ഇയാൾ പിന്നെയും ചോദിക്കും എത്ര നീളം വരെ പറ്റുന്നത്? ഒരുപാട് നീളം പറ്റുന്ന രൂപത്തിൽ പറഞ്ഞ ചോദ്യം അല്ല. നേരെ മറിച്ച് റസൂലുള്ളാഹിയുടെ മുടിയുടെ നീളം നേരത്തെ ഇയാൾ തന്നെ പറഞ്ഞത്. അയാൾ പറഞ്ഞെന്നെ കേട്ടു. ഇനി ബാക്കി പറയണം. നീളത്തിന്റെ കണക്കു അതിന്റെ റിപ്പോർട്ട് ഞാൻ പറഞ്ഞില്ല, 34 മൊഴി നീളത്തിന്റെ ഉണ്ട്, കണക്ക് ഒക്കെ ഉണ്ട്. ഇനി ചോദിക്കട്ടെ, അബ്ദുൽ ഗനി അബ്ബാസി റളിയല്ലാഹു അൻഹു അന്ധവിശ്വാസിയാണെന്ന് പറയാൻ ധൈര്യം ഉണ്ട് നിങ്ങൾക്ക്? ഔലിയാക്കളെ നേതാവല്ലേ ആ അബ്ദുൽ ഗനി അബ്ബാസി റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ഇന്ത്യ രാജ്യത്ത് 20ഓളം മുടികൾ സൂക്ഷിച്ച പണ്ഡിതന്മാരുണ്ടെന്നും അത്തരം ചില മുടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ അനങ്ങുന്നുവെന്നും അതിന് കവര് പൊട്ടുന്നുവെന്നും അത് നീളുന്നുവെന്നും പറഞ്ഞ വിവരം അബ്ദുൽ ഗനി അബ്ബാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ട്
അള്ളാഹുവിന്റെ റസൂല് വഫാത്തിന് ശേഷവും അവിടുത്തേക്ക് ഹയാത്തുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ചില മുടികൾ അങ്ങനെയാകുന്നതിൽ അല്പവും ബുദ്ധിക്ക് വിരുദ്ധമല്ല എന്ന് എഴുതി വെച്ചിട്ടില്ലേ? അത് സുന്നത്ത് ജമാഅത്തിന്റെ മഹാപണ്ഡിതനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു വാഹിറുൽ ബിഹാർ എന്ന കിതാബിൽ പറഞ്ഞിട്ടില്ലേ? ഇമാമിങ്ങളെയൊക്കെ അന്ധവിശ്വാസിയാക്കി തള്ളാനാണോ നിങ്ങളെ പുറപ്പാട്? അതുകൊണ്ട് നിങ്ങൾ പറ, അതാ അബ്ദുൽ ഗനി നാബൽസി അന്ധവിശ്വാസിയാണോ, കള്ളനാണോ? പറ, മുസ്ലിം സമുദായത്തോട് പറ. യൂസുഫ് നബ്ഹാനി തട്ടിപ്പുകാരനാണോ? നിങ്ങൾ പറ. ഹലോ, അപ്പൊ ഇവരൊക്കെ അന്ധവിശ്വാസിയാണോ? നമ്മൾ പറയണം അബ്ദുൽ ഗനി നാബൽസി അന്ധവിശ്വാസിയാണോ എന്നാ. എന്താ അബ്ദുൽ ഗനി നാബൽസി പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്താ? ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനോട് ഒരാൾ പറഞ്ഞു അത്രേ. ഈ പണ്ഡിതനും കണ്ടിട്ടില്ല. ഇയാളോട് ഒരാൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? 20ഓളം മുടിയുണ്ട്, ആ മുടി ഇങ്ങനെ അനങ്ങാറുണ്ട് എന്ന്. തതഹറക്കു, ഇടയ്ക്ക് ഇങ്ങനെ അനങ്ങാറുണ്ട്, ചലിക്കാറുണ്ട്. ഇവരിങ്ങനെ പറയണ ഒരുപാട്. നാളെ പോലുള്ള വിശദീകരണത്തിൽ അത് കേൾക്കാം. ഇങ്ങനെ ആടും എന്നാണ് ഇപ്പോഴത്തെ മുടി. ദിക്ർ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ ആടുന്നതാണ്, ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതാണ്. സലാത്തിനും ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് ഈ മുടി. അങ്ങനെ തതഹറക്കു, ഇങ്ങനെ അനങ്ങാറുണ്ട്, നീളാറുമുണ്ട്. അത്രല്ല, നമ്മുടെ വേപ്പിനൊക്കെ വേര് പൊട്ടണ പോലെ ഇങ്ങനെ അപ്പുറം ഇങ്ങനെ കവരായിട്ട് ഡപ്പിൽ അടച്ചിട്ടാല് ഒരു മുടി വേറെ മുടിയെ പ്രസവിക്കുന്നതാണ്. 3 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോ ഒരു മുടി ഇട്ടാൽ 2 മുടിയായിട്ടുണ്ടാവും, ചിലപ്പോൾ 3 മുടി ഉണ്ടാവും. അങ്ങനെ ഒരു മുടി മറ്റേ മുടിയെ പ്രസവിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇവർക്ക് എണ്ണം തേക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ഉണ്ട് എന്ന് ഈ ഇന്ത്യയിൽ നിന്ന് വന്ന ആൾ. ഇന്ത്യ രാജ്യത്ത് എവിടെയാ മുടിയുള്ളത്? ഇന്ത്യയിലാണല്ലോ സംഭവം. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു മുടി ഉണ്ടെങ്കിൽ ഇന്നും ആ മുടി ഉണ്ടാകുമല്ലോ. എവിടെയാ മുടി? ആരാ കണ്ടത്? ഈ മുടി കണ്ട ആളിന്റെ പേര് പറയാമോ? അബ്ദുൽ ഗനി നാബൽസി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോയാൽ സാധാരണക്കാരെ പെടുത്താം. പക്ഷേ ആരാ കണ്ട ആളിന്റെ പേര് പറയൂ. നീളുന്ന മുടി കണ്ട, അനങ്ങുന്ന മുടി കണ്ട ആളിന്റെ പേര് പറ. ആളിന്റെ പേരില്ല, കണ്ടാളില്ല, കേട്ടാളേ ഉള്ളൂ. ഒരു മൂല്യാരനോട് അത് പറഞ്ഞു. ആ മൂല്യാര് പറഞ്ഞു, ഈ മൂല്യാര് വേറൊരു മൂല്യാരോട് പറഞ്ഞു. അതാണോ ദീനിൽ തെളിവ്? അങ്ങനെ തെളിവുണ്ടാക്കല് എന്ന് മാത്രമല്ല ഇയാൾ നടത്തുന്ന തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കണം. യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, 100 കണക്കിന് വർഷം മുമ്പ് ജീവിച്ച മഹാനാണ്. കേൾക്കണ കൗമ എന്താ വിചാരിക്കുക? ഇത് വളരെ പുരാതനമായ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച കാര്യമാണ് ഈ വായിച്ചത് അല്ലേ? അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടോളൂ. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം അവിടുത്തെ ശരീരത്തിൽ പിരിഞ്ഞ് അവിടുന്ന് വഫാത്തായതിനു ശേഷം തന്നെ അത് നീളുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും അതിന് ശാഖ പൊട്ടി അതിങ്ങനെ എണ്ണം വർദ്ധിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടുണ്ടെന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബൽസി റളിയല്ലാഹു അൻഹു, അതാ 100 കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു ജവാഹിറുൽ ബിഹാർ ഫീ ഫളാഇലിൻ നബിയിൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ? 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യൂസുഫ് നബ്ഹാനി രേഖപ്പെടുത്തിയത്. യൂസുഫ് നബ്ഹാനി മരിച്ചത് കൊല്ലം പറ. എത്രാം കൊല്ലത്തിലായാലും മരിക്കണ അറിയോ? ഹിജറ 1350 മരിച്ച ആളാണ് യൂസുഫ് നബ്ഹാനി. ഗാന്ധിജിയേക്കാൾ 20 വയസ്സ് മൂപ്പുള്ള ആളായി ഈ യൂസുഫ് നബ്ഹാനി. മനസ്സിലായോ? ഗാന്ധിജിയേക്കാൾ 20 വയസ്സ് മൂപ്പേ ഉള്ളൂ. ആർക്ക്? യൂസുഫ് നബ്ഹാനി. അഥവാ ഗാന്ധി ജനിക്കുമ്പോ യൂസുഫ് നബ്ഹാനിക്ക് 20 വയസ്സേ ഉള്ളൂ. മനസ്സിലായി? നമ്മുടെ ഈ കാലത്ത്, ഈ അടുത്ത കാലത്ത് ജീവിച്ച ആളാണ് യൂസുഫ് നബ്ഹാനി. നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റില്ല. ഹിജറ 1350 മരിച്ച ആളെ കുറിച്ച് 80 വർഷമായുള്ളൂ അയാൾ മരിച്ചിട്ട്. 100 കണക്കിന് വർഷം മുമ്പ് ജീവിച്ച ആളാണ്. 100 കണക്കിന് എന്ന് പറഞ്ഞാൽ എത്ര കണക്കാവും? 100 കണക്കിന് എന്ന് പറഞ്ഞാൽ എത്ര കണക്ക് പോകണം? അപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് എഴുതി വെച്ചിട്ട് വരുത്താൻ വേണ്ടിയിട്ടാണ് 80 കൊല്ലം മുമ്പ് മരിച്ചാൾ എഴുതി വെച്ചത് പറഞ്ഞത്. ഇനി മാത്രമല്ല, യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തെ കുറിച്ച് ഒരു മുസ്ലിയാർ തന്നെ പരിചയപ്പെടുത്തുന്നത് കേട്ടോളൂ. യൂസുഫ് നബ്ഹാനി എന്ന് പറയുന്നത് പൂർവ്വകാലത്തിൽ ഇമാമല്ല, നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന അഭിവന്ദനായ ഷെയ്ഖുന കെ.ടി. മാനു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിന്റെ ഉസ്താദാണ് അരിപ്ര മൊയ്തീനാജി. അരിപ്ര മൊയ്തീനാജിയുടെ ഉസ്താദാണ് മക്കയിലുള്ള യൂസുഫ് നബ്ഹാനി. മനസ്സിലായോ? കെ.ടി. മാനു മുസ്ലിയാർ. മാനു മുസ്ലിയാർ ഉസ്താദ് അരിപ്ര കുഞ്ഞബ്ദുല്ലാന്റെ ഉസ്താദാണ് യൂസുഫ് നബ്ഹാനി. മനസ്സിലായോ? യൂസുഫ് നബ്ഹാനി നമ്മുടെ കുഞ്ഞബ്ദുല്ലാഹിയുടെ ഉസ്താദാണ്. മുസ്ലിയാരെ, ഇതിനെക്കാളും നല്ലത് കാലൽ കുട്ടൂസനു ഫീ കിതാബിഹിൽ ബാലരമാ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തിനാ ഇത്ര പ്രയാസം? നീട്ടി പറഞ്ഞോ. കാലൽ കുട്ടൂസനു ഫീ കിതാബിഹിൽ ബാലരമാ എന്ന് പറഞ്ഞ മുസ്ലിം ലോകം സ്വീകരിക്കണം വല്ല കാര്യമുണ്ടോ? കുട്ടൂസൻ കുറച്ചാലും ഉണ്ടായിട്ട്, ബാലരമ ഉണ്ടായിട്ടാണ് കുട്ടൂസൻ ഉണ്ടായത്.
ഇതുപോലെ ഇയാൾ എന്ന് പറഞ്ഞാല് യൂസുഫ് നബി എന്ന് പറഞ്ഞ അരീപ്ര കുഞ്ഞബ്ലാജിന്റെ ഉസ്താദാണ്. എന്നിട്ട് വലിയ കിതാബ് ഇമാമ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുയിലര് വായിക്കുന്നത്. സാധാരണക്കാരൻ ഇത് കേട്ടിട്ട് തെറ്റിദ്ധരിക്കാണ്, ഈ മുടിക്ക് നീളം കൂടി തെളിവുണ്ടാക്കുകയാണ്. ആരാ കണ്ടതും കേട്ടതും പറഞ്ഞത്? അവിടെ കണ്ടത് ഇയാള് കണ്ടത് ആ മുയിലര് ഈ മുയിലരോട് പറഞ്ഞു. ഇത് തെളിവ് അതിനല്ലേ? ഞാനൊരു കിതാബ് എഴുതി 80 കൊല്ലം കഴിഞ്ഞിട്ട് അത് മുസ്ലിം ലോകം പ്രമാണമായിട്ട് അംഗീകരിക്കണോ? പേരോട് മുസ്ലിം അറബിയിൽ ഒരു കിതാബ് എഴുതി 80 കൊല്ലം കഴിയുമ്പോ ഈ മുസ്ലിം സമൂഹത്തിന് അത് തെളിവാണോ? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും എഴുതി വെച്ചാൽ പോരെ, 80 കൊല്ലം കഴിയുമ്പോ പ്രമാണമാവുമല്ലോ. എന്ത് ഗതികേടാ! അപ്പോ മുസ്ലിം സമുദായത്തെ വഞ്ചിക്ക, ടോട്ടൽ തട്ടിപ്പ് എന്നിന് പറയാം. ടോട്ടൽ തട്ടിപ്പ് മാത്രല്ല, അവസാനം പിന്നെ പള്ളിക്കേസാണ്. സംഗതി പള്ളിക്കേസല്ല, ഒരു വള്ളിക്കേസാണ്. നമ്മുടെ നാടൻ പ്രയോഗം ഉണ്ടല്ലോ, പരിപൂർണാർത്ഥത്തിലാ ശരിയാ. പള്ളക്ക് വള്ളി ഇട്ടൊരു വള്ളിക്കേസ്, പള്ളക്ക് വള്ളി ഇട്ടപ്പോ പള്ളിയായി. അങ്ങനെ വള്ളിക്കേസാണിത്. ഇത് ഞാനല്ല പറയണത്, മുസ്ലിയാക്കന്മാർ തന്നെ അത് പറയുന്നത് കേട്ടോളൂ. പള്ളി ഉണ്ടാക്കുന്ന ആരോ ഞങ്ങൾ കൂട്ടി പ്രസംഗിച്ചപ്പോ ഒരാൾ പറഞ്ഞു, ഈ മുടിക്ക് വേണ്ടി പ്രത്യേകമായി പള്ളി ഉണ്ടാക്കൽ എവിടെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞപ്പോ അതിന് മറുപടി പറയുന്നത് എന്താന്ന് വെച്ചാല്, കേൾക്ക്, മുടി ഉണ്ടാക്കാനല്ല പോലും പള്ളി. ഒരേ ശ്വാസത്തിൽ രണ്ടും പറയുന്നു. മുടിക്കല്ല പള്ളി, മുടി സംരക്ഷിക്കാനല്ല പള്ളി, നിക്കിരിക്കാനാ പള്ളി. മുടി സംരക്ഷിക്കാൻ അല്ല പള്ളി, ആ മുടി ദർശിക്കാൻ വരുന്നവർക്ക് നിസ്കരിക്കാനാണ് പള്ളി. അവിടെ വരുന്ന ആളുകൾക്ക് സൗകര്യത്തിനാണ് പള്ളി. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ മുടി കൊണ്ടുപോയി സൂക്ഷിച്ചാലേ എല്ലാവർക്കും അതിന്റെ ബറക്കത്തെടുക്കാനുള്ള സൗകര്യം കിട്ടൂ. അവ മുടി സൂക്ഷിക്കാനാണ് പള്ളി, മുടി സൂക്ഷിക്കാനല്ല പള്ളി. മനസ്സിലായില്ലേ? മുടി സംരക്ഷിക്കാനല്ല പള്ളി, മുടി കാണാൻ വരുന്നവർക്ക് വേണ്ടി നിസ്കരിക്കാനാണ് പള്ളി എന്ന് പറയുന്നു. ഇനി അതും അല്ലാന്നാ തോന്നുന്നു. എന്താ വെച്ചാ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മൂപ്പര് തന്നെ പറയുന്നുണ്ട് വേറെ. ഇവിടെ നേരത്തെ മരിച്ചുപോയ ഒരു രാജ്ഞിയുടെ പേരിൽ ഒരു വലിയ താജ്മഹൽ നിർമ്മിച്ചപ്പോ ആ നിർമ്മിച്ച രാജാവ് മരണപ്പെട്ടു പോയി. കാലം കുറെ കഴിഞ്ഞെങ്കിലും ഇന്നും ഇന്ത്യ രാജ്യത്തിന് അഭിമാനമാണ്. ഇന്ത്യക്ക് മുതൽക്കൂട്ടാണ്, ഇന്ത്യ രാജ്യത്തിന് അത് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. എങ്കിൽ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തിന് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും യഥാ കൊടുത്ത മഹാനായ